ശ്രീ ജയപ്രകാശ്, സിദ്ധാർത്ഥനെതിരെ ഉന്നയിക്കപ്പെടുന്ന ഒരു പരാതി ഉണ്ടല്ലോ, ആ പരാതിയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നോ സിദ്ധാർത്ഥൻ? അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ? മറ്റ് വിദ്യാർത്ഥികൾ എന്താണ് നിങ്ങളോട് അത് സംബന്ധിച്ച് പങ്കുവച്ചത്? ഇല്ലല്ല, അതിനെക്കുറിച്ചുള്ള ഒരു പരാതിയും ഒരു കാര്യവും നമ്മളോട് പങ്കുവച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ അറിഞ്ഞിട്ടുണ്ട് 14-ാം തീയതി ഒരു പ്രശ്നമുണ്ട്, അതിന് ശേഷമാണ് അറിയുന്നത്. 14-ാം തീയതി വളണ്ടിയേഴ്സ് ഡേയിലായിട്ടുള്ളൊരു പ്രശ്നമുണ്ടായിട്ട് യവനെ സിദ്ധാർത്ഥനെ മർദ്ദിച്ചു. ആ സമയത്ത് അവൻ അങ്ങോട്ട് പ്രശ്നമുണ്ടാക്കിയോ അതൊക്കെ ഒന്നും എനിക്കറിയില്ല. ശരിക്കും സിദ്ധാർത്ഥനെ അന്ന് മർദ്ദിച്ചു എന്ന് ഞാൻ അറിഞ്ഞു, അതിന് ശേഷമാണ് അറിഞ്ഞത്, സിദ്ധാർത്ഥൻ്റെ മരണശേഷമാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞ് 15-ാം തീയതി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരാമെന്നോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴാണ് റഹാൻ തിരിച്ച് വിളിക്കുന്നത്. റഹാൻ തിരിച്ച് വിളിച്ചിട്ട് 16-ാം തീയതി മുതലുള്ള പീഡനമാണ് പിന്നെ നടന്നത്. ഈ 16-ാം തീയതി നടന്ന പ്രശ്നം എന്താണ് എന്നാണ് പറഞ്ഞത് സഹപാഠികൾ? 14-ാം തീയതി പറഞ്ഞ പ്രശ്നം 14-ാം തീയതി സഹപാഠികളൊന്നും പറഞ്ഞില്ല. സഹപാഠികളൊന്നും നമ്മളോടൊന്നും പറഞ്ഞില്ല. നമുക്ക് കിട്ടിയ ഒരു കൃത്യമായിട്ട് വിവരം എന്ന് പറഞ്ഞാൽ 14-ാം തീയതി വളണ്ടിയേഴ്സ് ഡേയിൽ അവിടെ ഒരു പരിപാടി അവർ സംഘടിപ്പിച്ച് എല്ലാ വിദ്യാർത്ഥികളും സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാം കൂടെ ആ പരിപാടിയിൽ ഇവൻ ഡാൻസ് കളിച്ചു എന്ന് പറയുന്നു. ഇവൻ ഡാൻസ് കളിച്ചത് ഇഷ്ടപ്പെട്ടില്ല, സീനിയേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാ ഈ സീനിയേഴ്സിൻ്റെ ഇടയിൽ വന്ന് ഡാൻസ് കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ഞാൻ 15-ാം തീയതി തിരിച്ചു വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 18-ാം തീയതിയാണ് ഒരു പരാതി എന്ന് പറഞ്ഞൊരു പെണ്ണ് എവിടെ അറിയില്ല, അവിടെ താമസിക്കുന്ന അറിയില്ല, അവരുടെ ക്ലാസ്മേറ്റ്സ് ആണെന്ന് പറയുന്നു. എനിക്കിതുവരെയ്ക്ക് ആ കുട്ടിയുടെ പേരറിയില്ല. അതുകൊണ്ട് 18-ാം തീയതി ഇവൻ്റെ മരണശേഷം 18-ാം തീയതി ഒരു പരാതി കൊടുക്കുന്നു, ഇവളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെനിക്ക് ഇതുവരെയ്ക്ക് മനസ്സിലാവുന്നില്ല. 14-ാം തീയതി ഒരു പരിപാടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 15-ാം തീയതി കൊണ്ട് 16, 17 3 ദിവസം കിട്ടിയിട്ടുണ്ട്. ഈ 3 ദിവസം ആ കംപ്ലയിൻറ്റ് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ. ഒന്നുകിൽ കോളേജിന് കൊടുക്കാം, ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ രക്ഷകർത്താക്കളെ അറിയിക്കാം, അല്ലെങ്കിൽ അവരെ തന്നെ ഭരിക്കണം യൂണിയനിൽ അറിയിക്കാം. ഒരിടത്തും കൊടുത്തില്ല. ഇവൻ മരിച്ചു കഴിഞ്ഞ ഉടനെ ഇവനെ കൊന്ന ഉടനെ പറയുക സിദ്ധാർത്ഥൻ്റെ പേരിലൊരു കുറ്റമുണ്ട്, സിദ്ധാർത്ഥന് ഇങ്ങനെ ഒരു പെണ്ണിനോട് അപമര്യാദയായി പെരുമാറിയത്. മരിച്ചു കഴിഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് 19-ാം തീയതി ഈ കംപ്ലയിൻറ്റ് കമ്മിറ്റി സ്വീകരിക്കുന്നു. 20, 25, 26-ാം തീയതി ഇവൻ്റെ പേരിലൊരു കുറ്റം മരിച്ചു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ട ഒരുത്തൻ്റെ പേരിൽ അവിടെ കംപ്ലയിൻറ്റ് ഉണ്ടാക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്തിനാണ്. ഈ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുള്ള ഒരാളുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അവർക്ക് എന്താ ലാഭം? അല്ല, ലാഭമൊന്നുമല്ല. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? SFIക്കാ കൊടുത്തത്, അവരെ പാർട്ടിക്കാ കൊടുത്തത്. ഓക്കെ, അവരെ കാര്യം നമുക്കറിയാം. പക്ഷേ എനിക്ക് ഇതിൽ ഏറ്റവും പ്രതിസ്ഥാനത്ത് ഇതിൽ കൂടി ചേർക്കേണ്ടത് ഈ പെൺകുട്ടി. പേര് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ശരിക്കും പരാതിക്കാരിയാണെങ്കിൽ പെൺകുട്ടിയെ കാണിക്കാം, പേര് പറയാം, എല്ലാം ചെയ്യാം. ഈ പെൺകുട്ടിയെയും പിന്നെ ഈ കംപ്ലയിൻറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ടുള്ള ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ്? അവിടെ ഒരു കംപ്ലയിൻറ്റ് കമ്മിറ്റി കാണുമല്ലോ, ആൻറ്റി റാങ്കിങ് സ്ക്വാഡിലും അതിലൊരു കംപ്ലയിൻറ്റ് ഉദ്യോഗസ്ഥർ കാണുമല്ലോ, ഡീനാണെങ്കിലും ആരാണെങ്കിലും അവിടുത്തെ പ്രൊഫസർമാർ കാണും. ഏതായാലും ഈ കംപ്ലയിൻറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഈ കൊലപാതകത്തിൽ ഉറപ്പായിട്ടും 100% അവർക്ക് ഇൻവോൾവ് ഉണ്ട്. അവരെയും കൂടെ ഇതിൽ പ്രതിയായി ചേർക്കുക തന്നെ വേണം. ഈ പെൺകുട്ടി ഉൾപ്പെടെ പെൺകുട്ടിയുടെ ഗൂഢാലോചനയിലാണ് അവനെ തിരിച്ച് വിളിച്ചിട്ട് അവിടെ വെച്ച് നല്ല ഭംഗിയായിട്ട് കാര്യം ചെയ്യാൻ വേണ്ടി പെൺകുട്ടിയുടെ ഗൂഢാലോചനയിൽ റഹാൻ തിരിച്ച് വിളിച്ചത്. റഹാനും അക്ഷയും ഈ ഡാനിഷും കൂടെ തിരിച്ച് വിളിച്ചിട്ട് പെൺകുട്ടിയെ കൊണ്ട് പറഞ്ഞ് തിരിച്ച് വിളിപ്പിച്ചത്. പെൺകുട്ടി ഇതിൽ മുഖ്യ പ്രതികളിൽ ഒരാളാണ്. ഇതിൽ സൈൻ ചെയ്തിട്ടുള്ള മരണശേഷം ഇതിൽ സൈൻ ചെയ്യാൻ എന്താ ഈ ഉദ്യോഗസ്ഥർക്ക് ഇത്ര തിടുക്കം? മരണശേഷം കൊല്ലപ്പെട്ട ശേഷം ഉദ്യോഗസ്ഥർ എന്തിനാണ് ഇതിൽ സൈൻ ചെയ്യുന്നത്? ഇല്ലെങ്കിൽ അവർക്ക് പറയാമായിരുന്നല്ലോ, അത് കഴിഞ്ഞു, ഇനി നിങ്ങളിത് കൊടുത്തിട്ട് കാര്യമില്ല. എന്തിനാ മരണശേഷം ഉദ്യോഗസ്ഥർ ഇതിൽ സൈൻ ചെയ്ത് കൊടുത്തത്? അപ്പോൾ ആ കംപ്ലയിൻറ്റ് പേപ്പറിൽ ഏത് ഉദ്യോഗസ്ഥർ സൈൻ ചെയ്തോ അവരെല്ലാം ഈ കൊലപാതകത്തിൽ ഉത്തരവാദികളാണ്, ഉറപ്പായിട്ട് ഉത്തരവാദികളാണ്. പോലീസ് ചേർക്കോ ഇല്ലയെന്നറിയില്ല. പോലീസ് അതിൽ പ്രതി ഇല്ലെങ്കിൽ എവിടെ പ്രതി ചേർക്കണം എന്നുള്ളത് എനിക്ക് നല്ലവണ്ണം അറിയാം. ഡീന് കാന്തനാഥ്, അസിസ്റ്റൻ്റ് വാർഡനാ കാന്തനാഥ്, ഡീനും കാന്തനാഥും ഉൾപ്പെടെ. ഡീൻ ഇതിലെ മുഖ്യ പ്രതികളിൽ ഒരാളാണ്. 3 ദിവസം 4 ദിവസം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹോസ്റ്റലിൽ വെച്ച് മൃഗീയമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ ഡീന് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും?
ഡീന് മാത്രമല്ല, അദ്ദേഹമാണ് അവിടുത്തെ വാർഡൻ എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള കാന്തനാഥനാണ് അസിസ്റ്റൻ്റ് വാർഡൻ എന്ന് പറയുന്നത്. ഈ 2 പേർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു. അവസാനം ഞങ്ങളറിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞതെല്ലാം ഇതുവരെയ്ക്ക് 100% ശരിയായിരുന്നു. പോലീസ് പറഞ്ഞിട്ട കാര്യങ്ങളല്ല നിങ്ങൾ കേട്ട, പോലീസ് അതേ കണക്കിന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തൊക്കെ ആദ്യം കൊടുത്ത റിപ്പോർട്ട് അതെല്ലാം കറക്റ്റായിരുന്നു. അതുപോലെയാണ് പറയുന്നത്, ഡീനിന് അവിടെ നടന്ന റാഗിങ്ങും ഗൂഢാലോചനയും അവിടുത്തെ വിചാരണയും ഡീനിനറിയാം, കാന്തനാഥനറിയാം, എല്ലാവർക്കും അറിയാം. അവർ കണ്ടുകൊണ്ട് തന്നെ പോയിട്ടുള്ളതാണ്. അവിടെ റാഗിങ് നടക്കുന്നതും അവിടെ മർദ്ദനം നടക്കുന്നതും ആൾക്കൂട്ട വിചാരണ നടക്കുന്നതും എല്ലാം അറിയാം. അവസാനം ഡീനിൻ്റെ നേതൃത്വത്തിൽ ആ മൃതദേഹം അഴിച്ചു മാറ്റിയെന്ന് പറയുന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല ഡീനിൻ്റെ നേതൃത്വത്തിൽ മൃതദേഹം അഴിച്ചു മാറ്റിയിട്ടുള്ളത് എനിക്കറിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തൂങ്ങി നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല, ആ ശാരീരിക അവസ്ഥയല്ല അവൻ. ഇവർ യൂണിയൻകാരും കാര്യങ്ങളെല്ലാം അവൻ്റെ സഹപാഠികളും അവൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള യൂണിയൻകാരെല്ലാം കൂടെ ചേർന്ന് കൊന്നിട്ടാ ഈ ഡീനും കാന്തനാഥനും എല്ലാവരും കൂടെ വന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് 12-1 മണിക്കോ നടന്ന സംഭവം പിന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത് വൈകുന്നേരം 5 മണിയാണ്. അവിടുത്തെ തെളിവുകൾ മാക്സിമം നശിപ്പിച്ചു, പറ്റുന്നതെല്ലാം നശിപ്പിച്ചു. ഡീനും കാന്തനാഥനും ഈ കൊന്ന എല്ലാവരും കൂടെ ചേർന്നിട്ട്. ഞാൻ ആരോപിക്കുകയല്ല, അതിന് വ്യക്തമായ തെളിവുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുവരെയ്ക്കും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ശരി, എനിക്കല്ലാതെ ഈ ഡീനിനോടോ കാന്തനാഥനോടോ വ്യക്തിപരമായിട്ട് യാതൊരു വിരോധമില്ല. ശരി.